രാവിലെ ആയാലും എണീക്കേണ്ട അങ്ങനെ കിടന്നുറങ്ങുക. എന്ത് സുഖസുന്ദരമായ ജീവിതമല്ലേ. പക്ഷെ ഞാൻ വെറുത്ത് പോയിക്കുന്നു ഈ ജീവിതം. പുറത്തേക്കും ഇറങ്ങാൻ പറ്റില്ല, അകത്ത് തന്നെ. എന്തായാലും ഒന്ന് പോയി കുളിച്ച് വരാം. മ്ലാനതി മന്ദഗതി ആ രോഗി എന്നുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറിയിരും. കുളിച്ച് വന്നപ്പോഴത്തേക്കും നല്ല പപ്സ് അത് ടേബിളിലിരിക്കണേ. സാറൊക്കെ ഒന്നും ഞാൻ കൊടുക്കില്ല, ഞാൻ തന്നെ ഒറ്റയ്ക്ക് അങ്ങോട്ട് തലങ്ങും വെലുങ്ങും അടിച്ച് മാറി. നല്ല രസമുണ്ടായിന് പപ്സ്. കുറേ ദിവസത്തിന് ശേഷം പുറത്തത്തെ ഫുഡൊക്കെ കഴിക്കുന്നത്. പിന്നെ ഒരു ഉറക്കൊക്കെ പാസ്സാക്കി വന്നപ്പോഴത്തേനും നല്ല അവക്കാഡോ ജ്യൂസും കിട്ടി. അതൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതാ വീണ്ടും നെക്സ്റ്റ് ഫുഡിനുള്ള സമയമായി. അങ്ങനെ വയറ് നിറച്ച് മുട്ടപ്പട്ടാണിയും കൂടി കഴിച്ചു. ഇതൊക്കെ കഴിച്ചപ്പോൾ പിന്നെ ഒരു ഉറക്കം എന്നുള്ള വിചാരിക്കും. പക്ഷെ കുറച്ച് നേരം കൂടി അവിടെ പോയിരുന്നു തൂങ്ങി പിടിച്ചിരുന്നു. റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ അത് നല്ല ചക്കൻ്റെ മണം അടിച്ചപ്പോൾ അതിൻ്റെ വയറ്റിൽ അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ അത് അമ്മ ചക്ക മുറിക്കുന്നു. അതും കുറച്ച് പച്ച ചക്ക, നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പൈനാപ്പിൾ ജ്യൂസും കുടിച്ചു. ഉച്ചക്കത്തെ ചോറൊക്കെ സ്കിപ്പ് ചെയ്തതുകൊണ്ട് രാത്രി അതും കൂടി കൂട്ടിയിട്ട് അങ്ങ് കഴിച്ചു. നല്ല തമിഴ്നാട് സ്റ്റൈൽ ചോറ്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ബാക്കിൽ ഒരു ഡ്രാഗൺ ഫ്രൂട്ടും കൂടി കഴിച്ചതൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ആവണ്ടേ. അപ്പം അത്രേ ഉള്ളൂ. കുറച്ചൊരു ഗുളികയും കൂടി കുടിച്ചപ്പോൾ തന്നെ റാഹത്തായി.